ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്റ്റഡി SCERT ഫോർ PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 5ാമത്തെ ചാപ്റ്ററായ സാമ്പത്തിക സ്രോതസ്സുകൾ എന്നതാണ്. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. കൃഷിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനാൽ പ്രാഥമിക മേഖല അറിയപ്പെടുന്നത് കാർഷിക മേഖല എന്നാണ്. പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് ദ്വിതീയ മേഖല. വ്യാവസായിക മേഖല എന്നറിയപ്പെടുന്നതും ദ്വിതീയ മേഖലയാണ്. സേവന പ്രവർത്തനങ്ങളെല്ലാം ചേർന്ന മേഖലയാണ് തൃതീയ മേഖല. സേവന മേഖലയിൽ ഉൾപ്പെടുന്നവയാണ് വിദ്യാഭ്യാസം, ഗതാഗതം, ബാങ്കിംഗ്, IT എന്നിവ. കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് CSO. സ്ഥിതിവിവര കണക്കുകൾ ഉപയോഗപ്പെടുത്തി ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനമാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. ആസൂത്രണ കമ്മീഷന്റെ ശുപാർശ പ്രകാരം നഗരപ്രദേശങ്ങളിൽ ദാരിദ്ര്യരേഖ കണക്കാക്കുന്നതിന് നൽകേണ്ട പോഷകാഹാരത്തിൻ്റെ കുറഞ്ഞ അളവ് 2100 കലോറിയാണ്. ആസൂത്രണ കമ്മീഷന്റെ ശുപാർശ പ്രകാരം ഗ്രാമപ്രദേശങ്ങളിൽ ദാരിദ്ര്യരേഖ കണക്കാക്കുന്നതിന് നൽകേണ്ട പോഷകാഹാരത്തിൻ്റെ കുറഞ്ഞ അളവ് 2400 കലോറിയും. 2011-12 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയുടെ ദാരിദ്ര്യത്തിൻ്റെ ശതമാനം എന്ന് പറയുന്നത് 29.8%. ഇന്ത്യയിൽ ദാരിദ്ര്യം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ബീഹാർ 53.5%. ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യം അനുഭവപ്പെടുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ് 9.5%. കേരളത്തിൻ്റെ ദാരിദ്ര്യ നിരക്ക് 12%. ഒരു രാജ്യത്തിന് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ആ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്നതിനെ അറിയപ്പെടുന്ന പേര് സ്വയം പര്യാപ്തത, സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ്. ന്യായമായ വിലയ്ക്ക് സമൂഹത്തിൽ ആവശ്യക്കാരായവർക്ക് ഭക്ഷ്യവസ്തുക്കളും മറ്റു നിത്യോപയോഗ വസ്തുക്കളും നൽകുവാൻ ചുമതലപ്പെട്ടതും സർക്കാർ നിയന്ത്രണത്തിലുള്ളതുമായ സ്ഥാപനങ്ങളുടെ ശൃംഖലയാണ് പൊതുവിതരണ സംവിധാനം, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഭക്ഷ്യസുരക്ഷാ നിയമം ഫുഡ് സെക്യൂരിറ്റി ആക്ട് പാർലമെൻറ്റ് പാസാക്കിയ വർഷം 2013. സർക്കാർ പദ്ധതികളും പരിപാടികളും. അന്നപൂർണ സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സിന് മേൽ പ്രായമുള്ളവർക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്. അന്നപൂർണ പദ്ധതി പ്രകാരം മാസം തോറും സൗജന്യമായി റേഷൻ കടകൾ വഴി ലഭിക്കുന്ന അരിയുടെ അളവ് 10 കിലോ. അന്ത്യോദയ അന്ന യോജന ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതി. അന്ത്യോദയ അന്ന യോജന പദ്ധതി പ്രകാരം ലഭിക്കുന്ന ഭക്ഷ്യധാന്യത്തിൻ്റെ അളവ് മാസം 35 കിലോ അരി 3 രൂപയ്ക്ക്, ഗോതമ്പ് 2 രൂപയ്ക്ക്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ജോലി ചെയ്യാൻ ആരോഗ്യവും സന്നദ്ധതയുമുള്ളവർക്ക് 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്ന പദ്ധതി. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാനുള്ള പ്രായപരിധി 18 വയസ്സിന് മുകളിൽ. ഗുണഭോക്താക്കളിൽ 1/3 സ്ത്രീകളായിരിക്കണം. ഉച്ചഭക്ഷണ പരിപാടി എല്ലാ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിലെയും 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായുള്ള പദ്ധതിയാണ്. സംയോജിത ശിശു വികസന പരിപാടി അംഗൻവാടികൾ വഴി നടപ്പിലാക്കി വരുന്ന പദ്ധതി. ഗുണഭോക്താക്കൾ 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ. നിശ്ചിത അളവിൽ പോഷകാഹാരം ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ്. സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് വേണ്ടിയുള്ള പദ്ധതി. സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പദ്ധതി. ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം ബാങ്ക് വായ്പയിലൂടെയും സബ്സിഡിയിലൂടെയും സ്വയം സഹായ സംഘങ്ങൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതി.